സർക്കാരിന്റെ ഔദ്യോഗിക രേഖകളിൽ കേരളത്തിന്റെ പേര് കേരള എന്നാണ് ഇതുവരെ രേഖപ്പെടുത്തിയിരുന്നത്. അത് തിരുത്തിക്കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിന്റെ നാമം കേരളം എന്നാക്കിക്കൊണ്ട് ഒരു പ്രമേയം കഴിഞ്ഞ ദിവസം കേരള നിയമസഭ അംഗീകരിക്കുകയുണ്ടായി. ഏകകണ്ഠമായിട്ട് ആരുടെയും എതിർപ്പ് കൂടാതെ അംഗീകരിച്ചു. ഇനി അടുത്ത തവണ ഏതെങ്കിലും കാരണവശാൽ CPM-ന്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി സർക്കാരാണ് കേരളത്തിൽ അധികാരത്തിൽ വരുന്നതെങ്കിൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. വെട്ടുപഴിച്ചെങ്ങാനും വന്നുപോയാൽ ആ ഗവൺമെന്റ് നമ്മുടെ കേരളത്തിന്റെ പേര് കണ്ണൂർ എന്നാക്കി മാറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം കണ്ണൂരിലെ CPM വിചാരിക്കുന്നതും വിശ്വസിക്കുന്നതും കേരളം എന്ന് പറഞ്ഞാൽ കണ്ണൂർ എന്നാണെന്നാണ്. അതുപോലെ തന്നെയാണ് കേരളത്തിലെ CPM എന്ന് പറഞ്ഞാൽ കണ്ണൂർ പാർട്ടിയാണെന്നും അവര് കരുതുന്നു. അതുകൊണ്ട് ഒരുപക്ഷെ എന്തിനാ കേരളം എന്ന് പറഞ്ഞൊരു മറ്റൊരു പേര്, നമുക്ക് കണ്ണൂർ തന്നെ മതിയല്ലോ എന്നൊരു പക്ഷേ അന്നത്തെ CPM-ലെ ബുദ്ധിജീവികള് ചിന്തിച്ചേക്കാം. ഇതൊന്നും ഞാൻ പറയുന്നതല്ല കേട്ടോ. കേരളം കണ്ണൂരാണെന്നോ കണ്ണൂർ കേരളമാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. ഇത് പറയുന്നത് CPM-ന്റെ പരിണിതപ്രജ്ഞരായ കൊല്ലത്തെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളാ. പാർട്ടിയിലൊക്കെ പ്രവർത്തിച്ച് നല്ല പഴക്കവും തഴക്കവും ഉള്ളവരാണ് ഈ ഒരു വലിയ ആരോപണം ഉന്നയിക്കുന്നത്. അതായത് അവർ പറയുന്നത് കേരളത്തിലെ CPM എന്ന് പറയുന്നത് കണ്ണൂർ ലോബിയുടെ പിടിയിലാണ്, നിയന്ത്രണത്തിലാണ്. അവരാണ് തീരുമാനിക്കുന്നത് പാർട്ടി എങ്ങനെ പ്രവർത്തിക്കണം, പാർട്ടി എങ്ങനെ പോകണം, ആരാണ് പാർട്ടിയെ നയിക്കേണ്ടത്. അങ്ങനെ കണ്ണൂരിന്റെ നിയന്ത്രണത്തിലുള്ള പാർട്ടി തീരുമാനിക്കും കേരളം ആരാണ് ഭരിക്കേണ്ടത്, കേരളത്തെ നയിക്കേണ്ടത് ഏതൊക്കെ രീതിയിലാണ്, കേരളം എങ്ങനെ ചിന്തിക്കണം എന്നൊക്കെ അവർ തീരുമാനിക്കും. അങ്ങനെ ഈ പാർട്ടിയും തദ്വാര ഈ സംസ്ഥാനവും ഇവിടുത്തെ ഭരണവും ഒക്കെ കണ്ണൂർ സ്ക്വാഡിന്റെ കയ്യിൽ, കണ്ണൂർ ലോബിയുടെ കൈവശം ആയിരിക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം ഈ സംസ്ഥാന കമ്മിറ്റി തീരുമാനങ്ങൾ റിപ്പോർട്ട് ചെയ്യാനും അത് കേൾക്കാനും വേണ്ടി ചേർന്ന, അത് ചർച്ച ചെയ്യാനും ചേർന്ന കൊല്ലം ജില്ലാ CPM സമിതി പറഞ്ഞത്. ഇത് വെറുതെ പറഞ്ഞൊന്നുമല്ല. പോളിറ്റ് ബ്യൂറോ അംഗമായ സാക്ഷാൽ MA ബേബിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം കൂടെ കേൾക്കാണ് ഈ വളരെ ശക്തമായ ആരോപണം. ഞാൻ ആരോപണം എന്ന് പറയുന്നില്ല, വളരെ ശക്തമായ ഒരു സത്യം വിളിച്ചു പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കി. സംഗതി ശരിയല്ലേ? നമ്മുടെ മുഖ്യമന്ത്രി ആരാ? കണ്ണൂരിൽ നിന്നുള്ള ശ്രീ പിണറായി വിജയൻ. നമ്മുടെ പാർട്ടി സെക്രട്ടറി ആരാ? MV ഗോവിന്ദൻ ഫ്രം കണ്ണൂർ. ഇനി പോയിട്ട് നമ്മുടെ ഇടതുമുന്നണി ഈ സഖ്യകക്ഷികളടങ്ങുന്ന ഒരു സംവിധാനമുണ്ടല്ലോ, അതിനെ നയിക്കുന്ന ഇടതുപക്ഷ മുന്നണി കൺവീനർ ആരാ? നമ്മുടെ ചിറ്റപ്പൻ EP ജയരാജൻ. ഇനി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് നോക്കുക. അവിടുത്തെ പ്രൈവറ്റ് സെക്രട്ടറി, ഒരു മന്ത്രിയുടെ ഓഫീസിൽ അത് മുഖ്യമന്ത്രി ആവട്ടെ മന്ത്രിമാരാവട്ടെ, പ്രൈവറ്റ് സെക്രട്ടറിമാർക്ക് വലിയ അധികാരമാണുള്ളത്. വാസ്തവത്തിൽ അവരാണ് ഭരണകാര്യങ്ങൾ, ദൈനംദിന ഭരണകാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. അത് കണ്ണൂരുകാരനാണ് KK രാഗേഷ്, മുൻ MP ആണ്. പിന്നെ P ശശി. ശശി അറിയാത്തവരില്ല. കാരണം കേരള പോലീസ് അദ്ദേഹത്തിന്റെ കൈവശമാണ്, അദ്ദേഹത്തിന്റെ കീഴ്ശയിലാണ്. അദ്ദേഹം പറയുന്നതനുസരിച്ചാണ് പോലീസ് പ്രവർത്തിക്കുന്നത്. അതിന് മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയുടെ പിന്തുണയും അംഗീകാരവും ഉണ്ട്. അത്രയ്ക്ക് ശക്തനായ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി. അദ്ദേഹം എവിടുന്ന? കണ്ണൂരിൽ നിന്ന്. പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ എല്ലാ കാര്യങ്ങളിലും കണ്ണെത്തുന്ന, നിയന്ത്രിക്കുന്ന ശ്രീ CM രവീന്ദ്രൻ, അദ്ദേഹം ഈ കണ്ണൂർ സ്ക്വാഡിൽപ്പെട്ട ഒരാൾ തന്നെയാണ്. നമ്മൾ ചരിത്രവും നോക്കുക. പണ്ടും ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഈ പാർട്ടി എപ്പോഴും ഒരു കണ്ണൂർ പാർട്ടിയാണെന്നാണ് അവിടുത്തെ സഖാക്കള് ധരിച്ചു വച്ചിരിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ, മറ്റേ ജില്ലകളിലുള്ളവരൊക്കെ അതോ അടിമക്കണ്ണുകളാണെന്നാണ് അവരുടെ വിചാരം. ഇതുവരെ ഈ പാർട്ടിയിൽ 7 സംസ്ഥാന സെക്രട്ടറിമാരുണ്ടായിട്ടുണ്ട്. അതിൽ സത്യം പറഞ്ഞ ഒരാൾ മാത്രമാണ് ഈ കണ്ണൂരിന്റെയോ മലബാറിന്റെയോ പുറത്തുനിന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ സാക്ഷാൽ VS അച്യുതാനന്ദൻ. അത് തന്നെ എത്ര പാടുപെട്ട് മല്ലടിച്ച് പോരാടിയാണ് അദ്ദേഹം ആ സ്ഥാനത്ത് എത്തിയത് എന്നുള്ളത് നമുക്കറിയാം. അദ്ദേഹം പാർട്ടി സെക്രട്ടറിയായി, പിന്നെ മുഖ്യമന്ത്രിയായി. കണ്ണൂർ സഖാക്കള് സർവ്വസന്നാഹങ്ങളും ഒരുക്കി അദ്ദേഹത്തെ പുകച്ച് പുറത്തു ചാടിക്കുകയും ചെയ്തു. നമുക്ക് 4 മുഖ്യമന്ത്രിമാർ CPM-ൽ നിന്നുണ്ടായിട്ടുണ്ട്. അതിൽ 2 പേര് കണ്ണൂരിൽ നിന്നായിരുന്നു, ബാക്കി 2 പേര്
സഖാവ് VMS-ഉം സഖാവ് VS-ഉം അത് കണ്ണൂരിന് പുറത്തു നിന്നായിരുന്നു. ഇപ്പോഴിപ്പോൾ ഒരു ഇടതുമുന്നണി കൺവീനർ സ്ഥാനം പോലും മറ്റാർക്കും കൊടുക്കില്ല എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. പിണറായി വിജയൻ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞ് മുഖ്യമന്ത്രിയാവുമ്പോൾ കോടിയേരി ആ സ്ഥാനത്തേക്ക് വന്നത് വളരെ സ്വാഭാവികമായ ഒരു പ്രക്രിയയായിരുന്നു. പിണറായിക്ക് ശേഷം കോടിയേരി എന്ന് അത് എല്ലാവരും അംഗീകരിച്ച കാര്യമാണ്. പാർട്ടിയിലെ സീനിയോറിറ്റി, നേതൃപരമായ ശേഷി, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പിണറായിക്ക് ശേഷം കോടിയേരി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. പക്ഷെ ഇപ്പോ കോടിയേരി അന്തരിച്ചു, ആ സ്ഥാനം ഒഴിഞ്ഞപ്പോൾ MV ഗോവിന്ദനെ പോലെ കഴിവുള്ള, അല്ലെങ്കിൽ MV ഗോവിന്ദനേക്കാൾ കൂടുതൽ കഴിവുള്ള നേതാക്കളാലും കേരളത്തിലെ പാർട്ടിയിൽ ഇല്ല എന്നാണോ ഈ കണ്ണൂർ സഖാക്കൾ തീരുമാനിച്ചത് അല്ലെങ്കിൽ ചിന്തിച്ചത്? ഒരു ചർച്ചയും കൂടാതെ തന്നെ MV ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അത് പിണറായി വിജയന്റെ മാത്രം തീരുമാനമായിരുന്നു, വ്യക്തിപരമായ തീരുമാനം. വേണമെങ്കിൽ പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവരാം. അതുപോലെ തന്നെ വൈക്കം വിശ്വം പോയപ്പോൾ ഇടതുപക്ഷ മുന്നണി ഒരു കൺവീനർ, അത് കണ്ണൂരിൽ നിന്ന് പുറത്ത് ഒരാളെ നിശ്ചയിച്ചുകൂടായിരുന്നു? പലരും ആ പദവിയിൽ ഇരുന്നിട്ടുണ്ടല്ലോ. MM ലോറൻസിനെ പോലെയൊക്കെ ഉള്ള ആളുകൾ. ഏറ്റവും അവസാനം വൈക്കം വിശ്വൻ. പക്ഷേ വൈക്കം വിശ്വൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ വിരമിച്ചപ്പോൾ രണ്ടാമതൊന്നും ആലോചിക്കാൻ പാർട്ടിക്കുണ്ടായിരുന്നില്ല EP ജയരാജൻ. ഇതിന്റെയൊക്കെ പിന്നിലെ ചിന്ത, തോട്ട് പ്രോസസ് എന്താണെന്ന് ചോദിച്ചാൽ, പാർട്ടി എന്ന് പറഞ്ഞാൽ കണ്ണൂരാണ്. കണ്ണൂരിൽ നിന്നല്ലാതെ ഈ താക്കോൽ സ്ഥാനങ്ങളിൽ മറ്റാരെങ്കിലും വന്നാൽ അത് കണ്ണൂരിന്റെ അപ്രമാദിത്വം ഇല്ലാതാകും. അതുകൊണ്ട് പാർട്ടി എന്ന് വെച്ചാൽ കണ്ണൂർ തന്നെ. പാർട്ടിയുടെയും ഭരണത്തിന്റെയും നേതൃത്വം കണ്ണൂർ ജില്ലയിൽ കേന്ദ്രീകരിക്കുന്നു എന്നത് മാത്രമായിരുന്നില്ല ഈ കൊല്ലം സഖാക്കളുടെ പരാതി. ഏതാണ്ട് ഒട്ടുമിക്ക പ്രൈവറ്റ് സെക്രട്ടറിമാരും കണ്ണൂരിൽ നിന്നാണെന്നാണ് അവർ പറയുന്നത്. കുറേയൊക്കെ ശരിയുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രൈവറ്റ് സെക്രട്ടറിമാർക്ക് ഒരു വകുപ്പിന്റെ ഭരണത്തിൽ വലിയ പ്രാധാന്യമാണുള്ളത്. അതും കണ്ണൂരിൽ നിന്ന് ആളുകളെ വയ്ക്കുമ്പോൾ പിണറായിയുടെ അല്ലെ കണ്ണൂർ പാർട്ടിയുടെ കണ്ണും കാതുമായിട്ടിരിക്കാനാണ് അവരെ അത്തരം സ്ഥാനങ്ങളിലേക്ക് നിയോഗിക്കുന്നത്. ഇതൊക്കെ കൊല്ലം ജില്ലാ കമ്മിറ്റി പറഞ്ഞതാണ്. വേറൊരു രസകരമായ ഒരു അവസ്ഥയുണ്ട്. ഒരു മന്ത്രിയും ഒരു പ്രൈവറ്റ് സെക്രട്ടറിയും പാർട്ടിയിൽ അവരുടെ പദവികൾ വെവ്വേറെ ആയിരിക്കുക. മന്ത്രി പ്രൈവറ്റ് സെക്രട്ടറിയേക്കാൾ പാർട്ടി പദവികളിൽ താഴെയായിരിക്കുക. എന്തായിരിക്കും അവസ്ഥ? അതാണ് നമ്മുടെ വീണ ജോർജിന്റെ വകുപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറയുന്ന ആള് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. വീണ ജോർജ് ആവട്ടെ ഈ അടുത്ത കാലത്ത് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലേക്ക് വന്നിട്ടേ ഉള്ളൂ. ആരെ അനുസരിക്കും? ആർക്കാണ് അധികാരം കൂടുതൽ? ആര് പറയുന്നതാണ് നടക്കുക? ഇത് കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലെ ജില്ലാ കമ്മിറ്റി ഭംഗിയന്തരേണ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതുപോലെ തന്നെ സമർത്ഥരായ പ്രൈവറ്റ് സെക്രട്ടറിമാരും ഉണ്ടെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നേരിട്ടുള്ള നിയന്ത്രണം കൊണ്ട് അസ്വസ്ഥമാവുന്ന ചില വകുപ്പുകളും നമ്മുടെ മന്ത്രിസഭയിലുണ്ട്. അതിലൊന്ന് ധനകാര്യ വകുപ്പാണ്. കിഫ്ബിയുടെ തലവനായ ഡോക്ടർ KM എബ്രഹാമാണ് ധനകാര്യ വകുപ്പിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്നാണ് വകുപ്പിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെയും മന്ത്രിയുടെയും തന്നെ പരാതി. കഴിഞ്ഞ ദിവസം ശ്രീ KN ബാലഗോപാൽ സംസ്ഥാന സെക്രട്ടേറിയറ്റില് രാജിക്ക് സന്നദ്ധത പ്രകടിപ്പിച്ചുവെന്നാണ് വാർത്തകൾ വന്നത്. ആരും ഇതുവരെ നിഷേധിച്ചിട്ടില്ല കാര്യം. ഇത് അദ്ദേഹത്തിനെതിരായിട്ട് ധാരാളം ആക്ഷേപങ്ങൾ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ കാരണം എന്ന നിലയിൽ വന്നതുകൊണ്ട് തന്നെയാണ്. പക്ഷെ അതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ട്. അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് അദ്ദേഹത്തിന്റെ ഓഫീസിന് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിയന്ത്രണങ്ങൾ പലപ്പോഴും ഉണ്ടാവുന്നു. ഈ കണ്ണൂർ പാർട്ടിയെക്കുറിച്ചും സഖാക്കളെയും കുറിച്ചുള്ള മറ്റു ജില്ലക്കാരുടെ ഈ പരാതി ഉണ്ടല്ലോ, അതൊരു തരം അസൂയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനൊന്ന് ചോദിക്കട്ടെ, കണ്ണൂർ പാർട്ടി പോലെ വേറെ ഏതൊരു പാർട്ടി ഉണ്ട് കേരളത്തിലെ CPM-ല്? ഇപ്പൊ നേതാക്കന്മാര് സ്കെച്ച് ചെയ്യുന്ന ഒരാള്, അയാളെ പറയുന്ന മാത്രയിൽ നിശ്ചയിച്ച സമയത്ത് വെട്ടി തുണ്ടമാക്കാൻ ധൈര്യപൂർവ്വം ചാടി പുറപ്പെടുന്ന എത്ര സഖാക്കൾ മറ്റേതെങ്കിലും ജില്ലയിലോ, കൊല്ലത്തോ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ പത്തനംതിട്ടയിലോ ആലപ്പുഴയോ എറണാകുളത്തോ, ഇവർക്ക് ആർക്കെങ്കിലും
സ്വന്തമായിട്ട് ഒരു ബോംബ് നിർമ്മാണ സംവിധാനമുണ്ടോ? കണ്ണൂരിലുള്ള പോലെ പാർട്ടി ഗ്രാമങ്ങൾ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? അപ്പോ സ്വാഭാവികമായിട്ടും ഒരു 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 ജില്ലാ കമ്മിറ്റിയുടെ അല്ലെ ജില്ലാ പാർട്ടിയുടെ മികവ് നിശ്ചയിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വളരെ സർഗാത്മകമായ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തേണ്ടി വരും. അല്ലാതെ രാവിലെ എഴുന്നേറ്റ് ദേശാഭിമാനി വായിക്കുക, അത് കഴിഞ്ഞാൽ മുദ്രാവാക്യം വിളിക്കുക, ചുവരെഴുതുക, വൈകുന്നേരം ജംഗ്ഷനുകളിൽ ചേരുന്ന പൊതുയോഗത്തിൽ പ്രസംഗിക്കുകയോ പങ്കെടുക്കുകയോ ചെയ്യുക, അതുപോലെ തന്നെ പാർട്ടി കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന കാപ്സ്യൂളുകൾ ഉപയോഗിച്ച് പാർട്ടിയുടെ എതിരാളികളുടെ സ്വഭാവ ഹത്യ നടത്തുക, അവരെ പുലഭ്യം പറയുക, ഇതൊക്കെയാണ് പാർട്ടി പ്രവർത്തനമെന്ന് ചിന്തിച്ചിരിക്കുന്നവരാണ് മറ്റു ജില്ലകളിലുള്ളത്. പക്ഷെ കണ്ണൂരിലെ സഹാക്കന്മാർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറെ കൂടെ ക്രിയാത്മകമായിട്ടും സർഗാത്മകമായിട്ടും ചിന്തിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ പാർട്ടി സംസ്ഥാനത്തെ മറ്റു പാർട്ടികളിൽ മികച്ചതാവുന്നു. അവിടെ നിന്ന് മുഖ്യമന്ത്രി ഉണ്ടാകുന്നു, പാർട്ടി സെക്രട്ടറി ഉണ്ടാകുന്നു, കൺവീനർ ഉണ്ടാകുന്നു, പ്രൈവറ്റ് സെക്രട്ടറിമാർ ഉണ്ടാകുന്നു. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ കൊല്ലം സഖാക്കൾ പോലെയുള്ള ആളുകൾ ഇതിനൊരു മറുവശം പറയുന്നുണ്ട്. ശരി, നിങ്ങളുടെ പാർട്ടി വളരെ കേമമാണ്, മറ്റെങ്ങും ഇല്ലാത്തവരുടെ സംവിധാനങ്ങളുണ്ട്, പാർട്ടി ഗ്രാമങ്ങളുണ്ട്, പാർട്ടിയുടെ കോട്ട ചെങ്കോട്ട, അവിടെയുള്ള പ്രവർത്തകർ ചെമ്പടയാണ്, ഇതൊക്കെ ഞങ്ങൾ സമ്മതിച്ചു. പക്ഷെ ഈ തെരഞ്ഞെടുപ്പില് ഇതൊന്ന് കാണണ്ടേ? ഈ പാർട്ടിയുടെ കോട്ടയില് KPCC പ്രസിഡന്റ് K. സുധാകരൻ 1,08,982 വോട്ടിന്റെ ഭൂരിപക്ഷം നേടി. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ കാര്യമാണ് പറയുന്നത്. ഇനി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കൂ. ധർമ്മടം നമ്മുടെ മുഖ്യമന്ത്രി മത്സരിച്ച ആ മണ്ഡലത്തിൽ അദ്ദേഹം ജയിച്ചത് 50,123 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ്. ഇത്തവണ എത്രയാ ഭൂരിപക്ഷം എന്നറിയാമോ? പലപ്പോഴും K. സുധാകരൻ അവിടെ ലീഡ് ചെയ്തു. അവസാനം 2,616 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അവിടുത്തെ CPM സ്ഥാനാർത്ഥി MP ജയരാജന് കിട്ടിയത്. മട്ടന്നൂരിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ശൈലജ ടീച്ചറുടെ ഭൂരിപക്ഷം 60,963. അത് അവർക്കൊരു വിനയായി എന്നുള്ളത് വേറൊരു കാര്യം. മുഖ്യമന്ത്രിയേക്കാൾ ശൈലജയ്ക്ക് ഭൂരിപക്ഷം. അതുകൊണ്ടാണ് അവര് മന്ത്രിയാകാതെ പോയത്. അതുകൊണ്ടാണ് അവരെ പറ്റുമെങ്കിൽ ലോക്സഭയിലേക്ക് അയക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയത്. ആ മട്ടന്നൂരിൽ 3,034 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് ഇത്തവണ കിട്ടിയത്. 2021 ജയിച്ച മണ്ഡലമാണ്. തളിപ്പറമ്പിൽ കഴിഞ്ഞ തവണ കിട്ടിയ ഭൂരിപക്ഷം 22,698. അവിടെ നമ്മുടെ K. സുധാകരൻ 8,787 വോട്ടിന്റെ ഭൂരിപക്ഷം നേടി. അപ്പൊ അതും കൂടെ ആലോചിക്കണം. വലിയ മേനി പറഞ്ഞാൽ പോരാ. അവിടുത്തെ ബോംബിന്റെയും പാർട്ടി ഗ്രാമങ്ങളുടെയും കഥ പറഞ്ഞ് നമ്മളെ ഭരിക്കാൻ വരുമ്പോൾ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ഈ ജില്ലകൾ പെരുമാറുന്നു, അല്ലെങ്കിൽ എത്രത്തോളം ജനപിന്തുണ ലഭിക്കുന്നു എന്നുള്ളത് കൂടി ഓർക്കേണ്ടതുണ്ട്. ഈ കൊല്ലം ജില്ലാ കമ്മിറ്റിയിലെ ചർച്ചകൾക്ക് മറുപടി പറഞ്ഞ സഖാവ് MA ബേബി ഏറ്റവും മികച്ച ചർച്ചയാണ് നടന്നത് എന്നാണ് സൂചിപ്പിച്ചത് അദ്ദേഹത്തിന്റെ മറുപടി പ്രസംഗത്തില്. ആ ദിവസം തന്നെയാണ് കണ്ണൂർ പാർട്ടിയിൽ നിന്ന് കണ്ണൂരിലെ ജില്ലാ കമ്മിറ്റി അംഗവും മുൻ DYFI ജില്ലാ പ്രസിഡന്റുമായിരുന്ന മനു തോമസ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ പുറത്തുപോയത്. അദ്ദേഹം ഈ പാർട്ടി നേതൃത്വം ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്ന കുറെ കൂടെ നവീനമായ ചില വ്യവസായ മേഖലകളെ കുറിച്ച് പാർട്ടിക്ക് പരാതി പറയുകയും തെളിവുകൾ സഹിതം ആവരാതി ബോധിപ്പിക്കുകയും ഒക്കെ ചെയ്തതാണ്. പാർട്ടി നേതാക്കൾ ഇപ്പോഴ് സ്വർണ്ണക്കടത്തിലും അതുപോലെ കൊട്ടേഷൻ ഏർപ്പാടിലും ഇടപെടുന്നുവെന്നാണ് മനു തോമസ് പറഞ്ഞത്. പരാതി കൊടുത്തെങ്കിലും അന്വേഷണമൊന്നും നടന്നില്ല. അവസാനം മനു തോമസ് ആ പാർട്ടിയിൽ നിന്ന് സ്വയം പുറത്തേക്ക് പോയ ദിവസം അന്ന് തന്നെയാണ് നമ്മുടെ MA ബേബി ഈ ചർച്ച വളരെ നന്നായിരുന്നു എന്ന് പറഞ്ഞത്. ഈ ചർച്ച എന്ന് പറഞ്ഞാൽ കണ്ണൂരിലെ പാർട്ടിയെക്കുറിച്ചും പാർട്ടി സെക്രട്ടറിയെക്കുറിച്ചും മുഖ്യമന്ത്രിയെക്കുറിച്ചും വിമർശനങ്ങൾ ഉണ്ടായ ചർച്ച, അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പ് പിണറായി വിജയൻ ഒഴിയണമെന്ന് ആവശ്യപ്പെട്ട ചർച്ച, അതാണ് ഏറ്റവും മികച്ച ചർച്ച എന്നൊക്കെ അദ്ദേഹം പറഞ്ഞത്. പ്രിയപ്പെട്ട ബേബി, എനിക്ക് വളരെ ഇഷ്ടവും സ്നേഹമൊക്കെ ഉള്ള ഒരാളാണ്. ഈ മനു തോമസിന് സംഭവിച്ചത് അങ്ങ് മറക്കരുത്. അദ്ദേഹം പറഞ്ഞു അടിമുടി തിരുത്തലുകൾ ഉണ്ടാകും എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ആഗ്രഹിക്കാം. പാർട്ടിയിൽ ചില മാറ്റങ്ങൾ വരും, അപ്പോൾ പാർട്ടി ശരിയാകും
എന്നൊക്കെയുള്ള ഒരു വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്വപ്നത്തിന്റെയും ഒക്കെ പുറത്ത് അങ്ങ് പറഞ്ഞു പോയതായിരിക്കണം. പക്ഷേ മനു തോമസിനെ മറക്കണ്ട കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം, പ്രതീക്ഷിക്കാനും സ്വപ്നം കാണാനും നമ്മുടെ ഭരണഘടന എല്ലാവർക്കും സ്വാതന്ത്ര്യം നൽകുന്നുമുണ്ട്.